സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരത്താണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. പോലീസ് 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, നിയമസഭയിലും വലിയ പ്രക്ഷോഭമൊക്കെയാണ് ഇന്ന് UDF ഉയർത്തിയത്. അത് തെരുവിലേക്കും കൂടെ വ്യാപിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമിനി, അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് ആരംഭിച്ചത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് മുൻവശത്ത് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പ്രതിരോധിച്ചിരിക്കുകയാണ് പോലീസ്. പക്ഷേ എന്നിരുന്നാലും വലിയ കൂട്ടത്തിലുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ പോലീസ് ഇതിനെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തടയുകയാണ്. ഇപ്പോൾ തന്നെ 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അക്രമത്തിനുള്ള ഒരു ശ്രമം ഉണ്ടായി. വടികളും അതിനോടൊപ്പം തന്നെ കല്ലുമെല്ലാം പോലീസിന് നേർക്ക് പ്രവർത്തകർ വലിച്ചെറിയുകയുണ്ടായി. പക്ഷേ അതിനിടയിൽ തന്നെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി അടക്കമുള്ള നേതൃത്വത്തിന്റെ ഈ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരത്തെ അഭിസംബോധന ചെയ്യാൻ ഇവിടേക്ക് എത്തിച്ചേരും. പക്ഷെ എന്നിരുന്നാലും പ്രവർത്തകരുടെ ആവേശം ചോർന്നിട്ടില്ല. ഇപ്പോഴും അവർ ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ റോഡിന് മുൻവശത്ത് കുത്തിയിരുന്നു കൊണ്ട് അടക്കം പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മാത്രമല്ല യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്ന, ഒപ്പം തന്നെ അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പിലാക്കുന്ന പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ലഹരി മാഫിയ ശക്തിപ്പെടുന്നു. പോലീസ് അതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവും ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം തന്നെ ശ്യാമിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് സഭയ്ക്കകത്തും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. പക്ഷേ ആ വിഷയം മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. OJ ജനീഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി നിലവിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. പോലീസ് 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചതായി ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ മറ്റു വിശദാംശങ്ങൾക്ക് പിന്നീട് വരാം.